അങ്ങനെ ഒരു വീട് വെച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ മോളെ എവിടെ കൊണ്ട് ഞാൻ ലാസ്റ്റ് നിമിഷം കിടത്തുമായിരുന്നു. ഇന്ന് വാടകക്കാരൊക്കെ വിടുവോ? ഒരു ബോഡി, ഒരു ഡെഡ് ബോഡി കൊണ്ടുവന്ന് കിടത്താൻ വിടുവോ? ആശുപത്രിയിൽ തന്നെ നമ്മൾ കൊണ്ടുപോയി വന്നേനെ. ഇന്ന് ആക്ച്വലി ശരീരം കൊണ്ട് പ്രസൻസ് കൊണ്ട് ഇവിടെ സിമിശേഷി ഇല്ലെങ്കിൽ മനസ്സുകൊണ്ട് നമ്മുടെ ഒപ്പം ഉണ്ട് എന്നുള്ളത്. കാരണം ഷൂട്ടിംഗ് തിരക്ക് കൊണ്ട് ഇന്ന് എത്തിപ്പെടാൻ പറ്റാത്തതാണ്. അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ സംഭാഷണത്തിൽ സിമിശേഷി കൂടി ഉണ്ടാവണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഒന്ന് സിമിശേഷിനെ കണക്ട് ചെയ്ത് നോക്കാം, വിളിച്ചു നോക്കാം. തിരക്കില്ലെങ്കിൽ സിമിശേഷി എടുക്കുന്നൊരു പ്രതീക്ഷയോടെ തന്നെ. ഹലോ, സിമിശേഷി തിരക്കിലാണോ? ഹലോ, റോഹനാണ് സംസാരിക്കുന്നത്. ഞാൻ ഇവിടെ ശരണ ചേച്ചിയുടെ വീട്ടിലുണ്ട്. അപ്പൊ ഇങ്ങനെ ശരണ ചേച്ചിയുടെ അമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തിരക്കിലല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ ഇപ്പൊ ശരണ ചേച്ചിയുടെ വീട്ടിലാണ്, അമ്മയുടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശരണ ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കൂട്ടത്തിലെ അമ്മയുടെ വാക്കുകൾ എപ്പോഴും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പേര്, വ്യക്തിത്വം സിമി ചേച്ചിയുടെ ആയിരുന്നു. അപ്പോൾ തോന്നി ഒന്ന് സിമി ചേച്ചിനെ വിളിച്ച് സംസാരിക്കാനും തോന്നി. അമ്മയോട് അടുത്തുണ്ട്, ഞാനൊന്ന് അമ്മയ്ക്ക് കൊടുക്കാം. സീമ, ഞാൻ പറഞ്ഞതേ, കാരണം നമുക്ക് സ്നേഹസീമ എന്നുള്ളൊരു വീട് സത്യമല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് അങ്ങനെ ഒരു വീട് വേണമെന്ന് ഒരിക്കലും ഇല്ലായിരുന്നു. സീമ മാത്രമാണ് ചേച്ചി വീട് വേണം ചേച്ചി പൈസ മതി എന്നൊന്നും പറയല്ലേ, ഒരു വീട് വേണം എന്നും പറഞ്ഞുകൊണ്ട് സീമയാണ്. പക്ഷെ ഞാനിപ്പം പറയാണ്, അങ്ങനെ ഒരു വീടില്ലായിരുന്നെങ്കിൽ ശരണ്യ ഒരുപക്ഷെ നമുക്ക് വാടക വീട്ടിലേക്ക് ആരും ഒരു ബോഡീനെ കൊണ്ട് കിടത്താൻ വിടത്തില്ല. ഇല്ല. പക്ഷെ അപ്പോഴും ഞാൻ പറയാണ്, എങ്കിലും ആ വീടായില്ലെങ്കിലും സീമയുടെ വീട്ടിലെ എറണാകുളത്തേക്ക് ശരണ്യെ കൊണ്ടുപോയേനെന്നില്ലേ? കൊണ്ടുപോയില്ലേ? അതാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും എന്റെ മോളെ അനാഥയായിട്ട് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകേണ്ടി വരില്ലായിരുന്നു. അല്ല, നമ്മുടെ വീട്ടിൽ ഇപ്പം ആര് വന്നാലും ഇപ്പൊ അതിൽ വന്നിരിക്കുന്ന അപ്പൂന്നാണെങ്കിലും അപ്പൂന്നൊക്കെ അറിയാൻ പറ്റും. നമ്മുടെ ഇവിടെ വലിയ ഒരു ഇതില്, കാരണം ഇങ്ങോട്ട് തിരിഞ്ഞാലും ഈ വീട് നിറച്ചും അവളാണുള്ളത്. ഞാൻ എവിടെ പോയാലും ഉള്ളത് അവളാണ്. അപ്പൊ അങ്ങനെ ഒരു അനാഥമായിട്ട് ഒരിക്കലും നമ്മൾ അവളെ വിടുവോ? ഒരിക്കലും ഇല്ല. എനിക്കറിയായിരുന്നു അവൾ ഒരിക്കലും ഒരു ആശുപത്രിയിൽ നിന്ന് ഡയറക്റ്റ് അവളെ സംസ്കാരത്തിന് കൊണ്ടുപോണ്ടി വരില്ലായിരുന്നു. ഒരിക്കലും ഇല്ല ചേച്ചി, ഒരിക്കലും ഇല്ല. എന്താണെങ്കിലും അവളെ ആ രീതിയിൽ തന്നെ, അതായത് TRS-നും വെറുതെയല്ല, കാരണം അവളെ മാലാകക്കുട്ടി പോലെ കാണണം എന്ന് വിചാരിച്ചിട്ടാണത്. അപ്പോഴൊന്നും എനിക്ക് ചേച്ചിയോടൊന്നും പറയാൻ പറ്റില്ല. ചേച്ചി അത് അറിഞ്ഞൂന്ന് പോലും എനിക്കറിയില്ല. അവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് അവൾക്ക് വെള്ള ഗൗൺ, അതായത് ശരിക്കും ഒരു മാലാകെ പോലെ അവളെ കാണണമെന്ന് പറഞ്ഞിട്ട് ആ വെള്ള ഗൗണും കൊണ്ട് കൊടുത്ത് അവളുടെ കണ്ണെഴുതാനും അവളുടെ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇടാനും അതെല്ലാം കൊണ്ട് അവിടെ നേഴ്സുമാരെ ഇങ്ങനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ വേണം അവളെ ഞങ്ങൾക്ക് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവളെ അവിടുന്ന് ഇറക്കിയത്. അതൊന്നും പറയാൻ പറ്റുന്ന മാനസികാവസ്ഥ ആയിരുന്നതും ഇല്ലല്ലോ. ആരുടെ അടുത്തും ചേച്ചിയുടെ അടുത്തോ ഒന്നും നമുക്കിങ്ങനത്തെ കാര്യങ്ങളെ പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നല്ലോ. ലാസ്റ്റ് മോള് പോയി, പിറ്റേന്ന് ബന്ധുക്കളെല്ലാം കെട്ടുപെറുക്കി പോയി. ഞാൻ ആരും കുറ്റം പറയല്ല, എല്ലാവർക്കും അവരവരുടെ തിരക്കുകൾ ഉണ്ടാവാം. പക്ഷെ 16 ദിവസം വീട്ടിൽ നിന്ന്, എനിക്കിനി എന്ത് പറയാ, 16 ദിവസം മോളുടെ ചടങ്ങ് കഴിയുന്നവരെ വീട്ടിൽ നിന്നിട്ട് ചേച്ചി അമ്മ പറയായിരുന്നു, ഇപ്പോ വീട് വേണം എന്നുള്ളൊരു നിർബന്ധം ഇല്ലാതിരുന്നിട്ട് കൂടിയും അതിന്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ട് ചേച്ചിയുടെ തീരുമാനം അത്രയും സ്ട്രോങ് ആയി നിന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു വീട് കിട്ടിയത്. അതിന്റെ ഒപ്പം തന്നെ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ മരണശേഷം ഡെഡ് ബോഡി കൊണ്ടുവരാൻ വേറെ എവിടെ സമ്മതിക്കായിരുന്നു, ആര് സമ്മതിച്ചില്ലെങ്കിലും ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുവന്നത്. അപ്പൊ അത്രത്തോളം ഫാമിലി മെമ്പർ ആയിട്ട്, അല്ലെങ്കിൽ പിറവി കൊണ്ട് അമ്മയല്ലെങ്കിലും അങ്ങനെ കർമ്മം കൊണ്ട് അമ്മയായിരുന്നു ശനി ചേച്ചിക്ക് ചേച്ചി എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് എന്നുള്ളത്. അതിന്റെ ഒപ്പം ഒരു കാര്യം, ചേച്ചിയും അമ്മയും കൂടി ചേർന്ന ഒരു ഇതുണ്ടായിരുന്നു. കാരണം ഒരു ദിവസം വേറൊരു സംഭവം ഉണ്ടായി, ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അന്ന് നമ്മുടെ സ്നേഹസീമയിൽ നിൽക്കുന്ന സമയത്ത്, അപ്പം അവിടെ ഒരു ബാധിക്കലൊരു ഗണപതി അമ്പലമുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് അവളുടെ തന്നെ എന്തോ ഒരു വഴിപാടിന് വേണ്ടി പോയ സമയത്ത് പെട്ടെന്ന് അവക്ക് ബാത്റൂമിൽ പോണോന്ന് തോന്നി. അപ്പം അവളുടെ വയറിൽ നിന്നും ഇങ്ങനെ ഒഴിഞ്ഞ്, അതായത് അത്രയും കുറച്ച് ഇതായിട്ടാണ് പോയത്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട,
അത് ഞാൻ തന്നെ ചെയ്തോളാം, ഞാൻ തന്നെ എടുത്തോളാം. അപ്പൊ ഡ്രസ്സിലൊക്കെ ആയി. ഞാൻ തന്നെ അത് ആ ബക്കറ്റിലെ വെള്ളത്തില് ഒരു ഗ്ലൗസും ഇടാതെ ഒരു ഇത് ഇടാതെ ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെയാണ് ഞാൻ ആ മറ്റേ അത്, കാരണം അത് ഫുൾ ഇതായിരുന്നു. അപ്പൊ അതങ്ങനെ, അപ്പൊ എന്നോട് ഇങ്ങനെ എന്നെ നോക്കിയിട്ട് ചോദിച്ചു, ചേച്ചിക്ക് അറപ്പില്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തിനാ അറപ്പ്? ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു, എന്റെ മോളായിരുന്നെങ്കിൽ ഞാൻ അറച്ചു മാറി നിൽക്കുവോ? ഒരിക്കലും അറച്ചു മാറി നിൽക്കത്തില്ല. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുൻജന്മത്തിൽ എപ്പോഴോ അല്ലെങ്കിൽ ഏതോ ഒരു ജന്മത്തില് അവൾ എന്റെ മകളായിരുന്നിരിക്കണം. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗീത ചേച്ചിയുമായിട്ടോ ശരണ്യായിട്ടോ ഒന്നും ഇങ്ങനെ ഒരു ബന്ധം, ഇങ്ങനെ ഒരു ആത്മബന്ധം ഉണ്ടാകേണ്ട ഒരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല. അപ്പൊ അത് അങ്ങനെ അങ്ങനെ ഓർമ്മകൾ ഒരുപാടുണ്ട് മോനെ. അത് ചിലപ്പം ഒരു വാക്കിലോ ഒരു ഇതിലോ നമുക്ക് തീരാവുന്നതല്ല അതൊന്നും. തീർച്ചയായിട്ടും. അപ്പോൾ ഇതേപോലെ തന്നെ സിമി ചേച്ചി ശരണേശ്വരായിരുന്ന പോലെ, ശരണേശ്വരി കുടുംബത്തിലായിരുന്ന പോലെ കുറേ പേർക്ക് സ്നേഹ സീമയായിട്ട് ഇതുപോലെ പോട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു ചേച്ചി, തിരക്കിടയിലും കുറച്ചു നേരം നമ്മോടൊപ്പം ഉണ്ടായിരുന്നതിൽ. ഓക്കെ.